കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ നെഫ്രോളജി ഡോക്ടർ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, അടുത്ത കാലഘട്ടത്തിൽ കൂടുതലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം പറയുന്നതിൽ ഏറ്റവും മൂല കാരണം, പണ്ട് കാലത്ത് ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോളേജുകളിൽ മാത്രമായിരുന്നു പണ്ട് ലഹരി ഉണ്ടായിരുന്നത്. ലഹരികളിലെ മദ്യപാനം, ഇപ്പം മദ്യപാനം പോയി സിന്തറ്റിക് ലഹരികളൊക്കെ ആയി നമുക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറികളിലേക്ക് ഇറങ്ങി, അവിടുന്ന് ഹൈസ്കൂളുകളിലേക്ക് ഇറങ്ങി. ഇപ്പോൾ അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയാം, സ്വാഭാവികമായിട്ടും ഹൈസ്കൂളുകളിലൊക്കെ അതിൻ്റെ കാരിയേഴ്സ് വരെ ആളുകളായി മാറുന്ന ആളുകൾ അല്ലേ, അതിഭീകരമായ അവസ്ഥകളുണ്ട്. അവിടുന്ന് നേരെ UP തലങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണും. പക്ഷേ നമ്മളെപ്പോഴും ഗൗരവത്തിൽ കാണാതെ പോകുന്നൊരു വിഷയമാണ് മുസ്ലിം പെൺകുട്ടികൾ ഈ ചായം പൂശിക്കൊണ്ട് പുറത്തിറങ്ങി പോവുക, പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക്. വളരെ ഗൗരവത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി പോവുക എന്ന് പറയണത് നമ്മളൊരിക്കലും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല ഉള്ളതാണ്. അതിപ്പോൾ എന്തൊരു ലിപ്സ്റ്റിക് അല്ലേ എന്ന് എന്ത് ചെയ്യും, പാരൻസ് പോലും എന്ത് ചെയ്യും, ചോദിച്ചു പോകും. ഇപ്പം നല്ല പർദ്ദയിട്ട, നല്ല ഹിജാബ് ഇട്ട പെൺകുട്ടി ഉണ്ടാവും, അവരുടെ ചുണ്ടിൽ എന്തുണ്ടാവും, ലിപ്സ്റ്റിക് ഉണ്ടാകും. ടീച്ചേഴ്സ് ഉണ്ടാകും, അവരുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടാകും. ഇവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ് പോലും അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണെന്ന് പറയും. ഈ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒരു ഇത് നമ്മളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? ആളുകൾ ഞങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വർഗത്ത് പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലേ, സ്വർഗത്തിൻ്റെ വാസന പോലും എന്തില്ല, പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല എന്നുള്ള പഠിപ്പിച്ചത്. ഇനിയോ അത് കഴിഞ്ഞാൽ ഇവർ പറയാം, കുറച്ചൊക്കെ ഒരു ദീന് അറിയുന്ന, കുറച്ചൊക്കെ ഒരു നന്മ നിസ്കരിക്കുന്ന കുറച്ചൊക്കെ ഒരു ഈ കുട്ടികളിൽ പോലും ഇതുണ്ട്. കുട്ടികളും ഇപ്പം പുതിയ ട്രെൻഡ് എന്താ വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടൂല. ലിപ്സ്റ്റിക്ക് തെറ്റാണെന്ന് അറിയാം, അപ്പോൾ ലിപ് ബാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഒരു കുഴപ്പം, ലിപ് ബാം നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉപയോഗിക്കല്. അതുപോലെ എന്ത് ചെയ്യുന്നു പുറത്തേക്ക്, അത് ആൾക്കാർ. അപ്പം അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമായി അത് യഥാർത്ഥത്തിൽ നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ഇൻസ്റ്റഗ്രാമുകൾ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ അടുത്ത സമയത്ത് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഏതൊക്കെയോ ഒരു ബ്രാൻഡഡുമല്ലാത്ത, ഒരു സയൻറ്റിഫിക്കലി പ്രൂവണും അല്ലാത്ത കുറേ മെഴുക് കളറുകൾ ഉണ്ടാക്കി ഏതൊക്കെയോ ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്ര ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും അല്ലേ. ഒരു പഠനവുമില്ലാത്ത ഈ ലിപ്സ്റ്റിക്കുകൾ നമ്മൾ ചുണ്ടിൽ തേച്ച്, ഈ ലിപ്സ്റ്റിക്കിന് പ്രത്യേക ചുണ്ടിൽ തേച്ച് കഴിഞ്ഞാൽ വായിലെത്തും. കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ നെഫ്രോളജി ഡോക്ടർ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, അടുത്ത കാലഘട്ടത്തിൽ കൂടുതലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം പറയുന്നതിൽ ഏറ്റവും മൂല കാരണം, ഒരു സയൻറ്റിഫിക് സ്റ്റഡികളും നടത്താത്ത, ഒരു റിസർച്ചും നടത്താത്ത ഇതുപോലെ ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, വരുന്നു. അതിൽ ഭീകരമായ കെമിക്കൽ സിന്തറ്റിക് സാധനങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ കിഡ്നി പോലും അടിച്ചു പോകുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ ദൂരവ്യാപകമായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ട്, പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാ തരത്തിലും ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മളെ സ്കൂളിൽ പോലും പീരീഡ് മാറുമ്പോൾ സമയത്ത് പോലും ഇപ്പോൾ ടീച്ചർ പോയിട്ട് അടുത്ത ടീച്ചർ വരുന്ന സമയത്തിനിടയിൽ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന കുട്ടികളുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനത്തെ കുട്ടികളുണ്ട്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത്, ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ, ഇതിപ്പോൾ എല്ലാവരും നടക്കണതല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഇതിനൊരു പരിഹാരം വേണം അല്ലേ. സാധാരണ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ കേസ് നമ്മൾ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. രക്ഷിതാക്കൾക്ക് പരാതി എന്താ, ഇത് തന്നെയാണ്, പറഞ്ഞാൽ കേൾക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളായിട്ടൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. ടീച്ചേഴ്സിൻ്റെ പരാതി എന്താ, ടീച്ചേഴ്സ് അവർ ഓരോ പീരീഡ് കഴിഞ്ഞാൽ ഇവർ ബാത്റൂമിലേക്ക് പോണ പരിപാടി. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നില്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഒരുങ്ങി വരികയാണ്,
ഓരോ പീരീഡ് കഴിയുമ്പോഴും ഒരുങ്ങുന്ന രൂപത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. അത് ക്ലാസ് ടീച്ചേഴ്സും അവിടെ ഓരോ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി ഇതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ പരിഹാരത്തിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ആരാണ് നമ്മളെ ബ്യൂട്ടി കോൺഷ്യസ് ആക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയകളാണ്. നമ്മുടെ മക്കൾ വാച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അധികം എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, എന്താ എൻ്റെ ബാഗിലുള്ളത്, ഗെറ്റ് റെഡി വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് റെഡി ആകൂ, നമുക്കൊരു കല്യാണത്തിന് പോകാം. എന്നിട്ട് അവരെടുക്കുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് സങ്കടം അല്ലേ? അപ്പോൾ ഒരു ഇതുപോലുള്ള ഇൻഫ്ലുവൻസർമാർ എന്ത് ചെയ്യുന്നു നമ്മളെ ഞാനിപ്പോൾ അടുത്ത സമയത്ത് ഇതേപോലെ നമ്മളെ LGBTQയുമായി ബന്ധപ്പെട്ട് ഇസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഒരുപാട് ക്യാമ്പുകൾ നടന്നല്ലോ. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഗേൾസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ ക്യാമ്പിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഈ ഒരു ഇൻഫ്ലുവൻസർ പച്ചയായിക്കൊണ്ട് പറയുന്ന വീഡിയോ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെടരുത്. കാരണം ഞങ്ങൾക്കൊക്കെ എന്താണ്, ഫ്രീ ആണ്, കൊളാബാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയം മുതൽ ഹണിമൂൺ വരെ ഞങ്ങൾക്ക് എന്താണ്, ഓഫറാണ്. അത് കണ്ടിട്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ഇപ്പം സമ്പത്തുള്ള ആൾക്കാരെ സമ്പത്തില്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കടം വാങ്ങി ലോൺ എടുത്ത് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ മലബാറിലാണെന്ത് ഈ ആർഭാട കല്യാണങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ഈ മേക്കപ്പ് തരത്തിലേക്കുള്ള ട്രെൻഡിങ് സാധനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, മലബാറിലേക്കാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ, മലബാർ മേഖലയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. അപ്പം അതിന് ഒന്നാമത്തെ സാധനം ഈ സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് ചെയ്യുക, ടൈമിങ് നിയന്ത്രണം, അതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ ഒരു പരിഹാരം ഞാൻ പോയിന്റ് വരെയാണ്. രണ്ടാമത്തെ ഒരു പരിഹാരം എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ വസ്ത്രത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആര് നോക്കുന്നതിനേക്കാൾ വലുത് റബ്ബിൻ്റെ നോട്ടമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം, കൊടുക്കാൻ സാധിക്കും. അതിനെന്തേ പറ്റുള്ളൂ, മതപരമായ അറിവ് കുട്ടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഈ എൻട്രൻസിൻ്റെ പേര് പറഞ്ഞ് ട്യൂഷൻ്റെ പേര് പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആലോചിച്ചോളി, ഭയങ്കര ഗൗരവമാണ്. സിആറികളുണ്ട് അല്ലേ, സിആറികളുണ്ടല്ലേ, സിആറി സെൻറ്ററുകളിലൊക്കെ കുട്ടികളെ പറഞ്ഞ കാര്യം നമുക്ക് ട്യൂഷൻ ഉണ്ട്, ഇതുണ്ട് ഒക്കെ പറഞ്ഞു കണ്ട് എണ്ണി വിടുമ്പോൾ അതൊരു പ്രശ്നമാണ്. അത് ഇത്തരം സന്ദർഭങ്ങളിലേ കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വിഷയം പെട്ടെന്ന് പോയിന്റ് ആയിട്ട്, മൂന്നാമത്തെ വിഷയം എന്ത് കാണണമെന്ന് തീരുമാനിക്കണം. ആ എന്ത് കാണണം തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം, ആദ്യം പറഞ്ഞ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അപ്പോൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരാൾ വളരെ സിമ്പിളായിട്ട് ടിപ്പ് പറയാനുള്ളത്, നമ്മളെ മൊബൈലിൽ എന്ത് ചെയ്യരുത് അറിയോ, നമ്മളെ മൊബൈൽ ഫോണിൽ ഒരിക്കലും ഒരു റെക്കമെൻഡ്സ് വരാതിരിക്കാനുള്ള രൂപത്തിലേക്ക്, കാരണം നമ്മൾ കാണുന്നത് മുഴുവൻ റെക്കമെൻഡ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാൽ നമ്മൾ സെർച്ച് ചെയ്താണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക, അല്ല റെക്കമെൻഡ് ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പം അതിനുള്ള കാരണം എന്ത് കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണ്. ആ കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഏതെങ്കിലും ആളുകൾക്കോ ഏതെങ്കിലും അൽഗോരിതത്തിനോ അല്ല. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുക, എന്ത് കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടാകണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പം എൻ്റെ നമ്മളെ മൊബൈൽ ഫോണിലൊന്നും ഇപ്പോൾ എന്ത് വെച്ചാൽ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റെക്കമെൻഡ്സ് വരില്ല. അതിന് സിസ്റ്റംസ് ഉണ്ട്, നമ്മൾ പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി, അത് മുന്നോട്ട് പോകാനുള്ളതാണ്. പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ ഫ്രണ്ട്സാണ് ഏറ്റവും വലിയ ഞാൻ 4 പോയിന്റ് പറഞ്ഞു. അഞ്ചാമത്തെ ഒരു പോയിന്റ് പറയുന്നത്, ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക. ഫ്രണ്ട്സ് പറയുന്നു കണ്ടില്ലേ, ഈ ഒരു ലിപ്സ്റ്റിക് ഇടാതെ ഒരു മേക്കപ്പ് ഇടാതെ അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത്, അവരെന്നെ കളിയാക്കും. അതിനനുസരിച്ച് കോലം കെട്ടാൻ നമ്മൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത്.